നമസ്കാരം സർ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവം. അതിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ട് കോടതിയുടെ വെബ്സൈറ്റിൽ അതേപടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സുതാര്യതയുടെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് മനസ്സിലാക്കുന്നു. സർ, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ലക്ഷ്മി, നമസ്കാരം. ഇതിനകത്ത് ഇതുവരെ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യൻ ജുഡീഷ്യറി കടന്നുപോയിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ജനങ്ങൾക്കറിയാം, ജുഡീഷ്യറിക്കറിയാം. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന, അതായത് ആ ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത നോട്ടിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന അസാധാരണമായ സംഭവം ഇന്നലെ രാത്രി നടന്നു. എന്താണ് ഇത് സംഭവിച്ച ഇന്നലെയാണ് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിലേക്ക് നയിച്ച ആ സംഭവങ്ങൾ എന്നുള്ളത് പരിശോധിക്കുന്നത് ഇതിൻ്റെ പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിക്കും. 2025 മാർച്ച് 14 ഏകദേശം രാത്രി 11:30 ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ ഒരു സ്റ്റോർ റൂമിൽ, ഗാർഡ് റൂമിനടുത്തുള്ള സ്റ്റോർ റൂമിൽ തീപിടിച്ചു. ഇത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി PCR പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ആദ്യം വിളിച്ചു പറയുന്നത്. ഉടൻ തന്നെ ഇങ്ങനെ സംഭവിച്ച ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക്, ഫയർഫോഴ്സിനെയല്ല വിളിക്കുന്ന, പോലീസ് കൺട്രോൾ റൂമിലേക്ക് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഔദ്യോഗിക ഫോണിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവര് തീർച്ചയായിട്ടും ഫയർഫോഴ്സിനെ അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും ജഡ്ജിയുടെ വീട്ടിലെത്തി തീ അണച്ചു. ഈ തീ അണച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വേറെ എവിടെയെങ്കിലും തീ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന, അതായത് നമ്മൾ കാണാത്ത സ്ഥലത്തോട്ട് തീ പടർന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന സാധാരണഗതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഈ ഫയർ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ചും എവിടെയെങ്കിലും തീ ഇനി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടോ എന്നുള്ളതൊന്ന് തുറന്നു നോക്കി പരിശോധിക്കുന്ന ഒരു സംവിധാനം പൊതുവെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന്റെ ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ തീ കത്തിയിരിക്കുന്നത് നോട്ടുകെട്ടുകളാണ്, ചാക്കിൽ സൂക്ഷിച്ച നോട്ടുകെട്ടുകളെന്നും അത് അനേകമുണ്ടെന്നും ഇത് ഫയർഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ഉടൻ തന്നെ അവർ പോലീസിൽ അറിയിച്ചു. ഇത് നടക്കുന്നത്, ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇത് നടക്കുന്നത് മാർച്ച് 14 രാത്രി 11:30 ഇതേക്കുറിച്ച് ആദ്യമായി ജുഡീഷ്യറിയെ, അതായത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ഡൽഹി പോലീസ് കമ്മീഷണർ വിവരം അറിയിക്കുന്നത് ഔദ്യോഗികമായി ഉള്ള ഭാഷ്യം വൈകുന്നേരം, അടുത്ത ദിവസം, അതായത് മാർച്ച് 15 വൈകുന്നേരം 4:30 മണിക്കോ 5:30 മണിക്കോ ഇടയ്ക്കാണ്, 4:30-5 മണിക്കാണ് എന്നാണ് ഇപ്പോൾ ഈ റെക്കോർഡുകൾക്ക് പ്രകാരം നമുക്ക് മനസ്സിലാവുന്ന വളരെ സുതാര്യമായ കാര്യം. കാരണം ഇതെല്ലാം ഈ സുപ്രീം കോടതിയുടെ റെക്കോർഡുകളിലുണ്ട്. അങ്ങനെ അത് ഉടൻ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന അറിയിച്ചു. ഇങ്ങനെ കാശ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയിച്ചു, കത്തിയ കാശ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയിച്ചു, വലിയ എമൗണ്ട് ഉണ്ടെന്ന് അറിയിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായും രജിസ്ട്രാറായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഇദ്ദേഹത്തിന്റെ ഈ ജഡ്ജിയുടെ വീട്ടിലേക്ക് അയക്കുകയും ജഡ്ജിയും ഒന്നിച്ച് അവിടെയൊക്കെ പരിശോധിക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ 16 രാവിലെ അദ്ദേഹം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ ഒഫീഷ്യലായിട്ട് വിവരം ചെന്ന് കണ്ടറിയിച്ചു. എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയിച്ചു. ഇത് നടക്കുന്നത് 16 പിന്നെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, അതായത് പൊതുജനം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് 21 ചാനലുകളിൽ ഒരു വാർത്ത വരുന്നു. ഇങ്ങനെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കാശ് കണ്ടെടുത്തിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് 20 അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്ഥലമായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി എന്നുള്ള വാർത്തയോട് ചേർന്നാണ്, അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് ശേഷമാണ് ഇത് ചെയ്തത് ഇതിനു വേണ്ടിയാണെന്നുള്ളൊരു വാർത്ത പൊതുവെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് വലിയ പുകിലായി മാറി. അപ്പോൾ പലരും ചോദിച്ചു, ഇതാണോ ശിക്ഷ? അതായത് ഒരു ഇത്രയും വലിയ എമൗണ്ട്, ഏകദേശം 15 കോടിയോളം വരുമെന്നാണ് പറയുന്നത്. അത് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണോ ശിക്ഷ എന്ന ഒരു ചോദ്യമാണ് ചാനലുകളും ചോദിച്ചത്. അല്ലെങ്കിൽ വളരെ ഉയർന്ന, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹരീഷ് സാൽവെ എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകൻ, ലോകപ്രശസ്തനായ അഭിഭാഷകൻ, ഇന്ത്യയെ പോലും പല സമയത്തും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അഭിഭാഷകൻ, അദ്ദേഹം 2 ചാനലിന് കൊടുത്ത ഇന്റർവ്യൂകൾ ഇത് വളരെ അസന്നിഗ്ധമായി ചോദിക്കുകയുണ്ടായി. ടൈംസ് നൗവിനും റിപ്പബ്ലിക് ടിവിക്കും കൊടുത്ത ഇന്റർവ്യൂവിൽ വളരെ ശക്തമായിട്ട് ഇത് ചോദിക്കുകയുണ്ടായി.
അന്ന് രാത്രി, ആ ദിവസം രാത്രി 9 മണിക്ക് റിപ്പബ്ലിക് ടിവിയുടെ അർണാബ് ഗോസ്വാമി ഒരു വലിയ ശക്തമായ ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് ഇങ്ങനൊരു സംഭവം മൂടി വയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നോ എന്ന ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയും, ഒരു ട്രാൻസ്ഫർ മാത്രമാണോ ഇതിനുള്ള പരിഹാരം, അതായത് അദ്ദേഹം ചോദിച്ച ഒരു 1-2 കാര്യമുണ്ട്. ഒരു ജേർണലിസ്റ്റിനെയോ ഒരു സാധാരണ IAS IPS ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ പോലും വീട്ടിൽ നിന്ന് ഇത്തരം ഒരു എമൗണ്ട് പണം പിടിക്കുകയാണെങ്കിൽ ഇതായിരിക്കുമോ ശിക്ഷ? ED വരില്ലേ? CBI എൻക്വയറി വരില്ലേ? അതോ കൂടുതൽ അന്വേഷണം നടക്കില്ലേ? ഇതായിരുന്നു അദ്ദേഹം ചോദിച്ച ഒരു വളരെ പ്രസക്തമായ ചോദ്യം. മാത്രമല്ല, എല്ലാം മൂടി വയ്ക്കപ്പെടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ മീഡിയയുടെ പങ്കിനെ കുറിച്ചും വളരെ ശക്തമായി അദ്ദേഹം വാദിച്ചു. എന്തായാലും അതിനടുത്ത ദിവസം കൃത്യമായിട്ട് ഒരു അടുത്ത ദിവസം, ആ തലേ ദിവസമായിട്ട് ഈ വാർത്ത പുറത്തു വന്നതോടെ ഈ സുപ്രീം കോടതിയുടെ നിന്ന് ഒരു അറിയിപ്പുണ്ടായി. അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അന്വേഷണം ആരംഭിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഒരു വിശദമായ റിപ്പോർട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തോട് ഒരു എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് 22-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കകത്ത് സബ്മിറ്റ് ചെയ്യണമെന്നും അത് സുപ്രീം കോടതിക്ക് കൊടുക്കണമെന്നും കൃത്യമായ ഒരു നിർദ്ദേശമുണ്ടായി. അതനുസരിച്ച് ഈ ആരോപണ വിധേയനായ ജഡ്ജി അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് എല്ലാം നിഷേധിച്ചുകൊണ്ട്, ഇത് എൻ്റെ വീട്ടല്ല, എൻ്റെ വീടിൻ്റെ അകത്തുള്ള കോമ്പൗണ്ടിലുള്ള ഒരു ഭാഗമാണെന്നും അത് തുറന്നു കിടക്കുന്ന സ്ഥലമാണെന്നും അദ്ദേഹമല്ല അവിടെ കാശ് കൊണ്ട് വെച്ചതെന്നും അതെവിടെ വന്നതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലെന്നും ഇത് അദ്ദേഹത്തെ മനഃപൂർവ്വം എന്തായാലും പറയുക ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണെന്നും അല്ലെങ്കിൽ ഒരു മാർഗമാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു. എന്നിരുന്നാലും സുപ്രീം കോടതി വളരെ സീരിയസ് ആയിട്ട് ഈ വ്യൂ കാണുകയും 3 ജഡ്ജിമാരടങ്ങുന്ന ഒരു പാനൽ, അതായത് ഒരു 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒരു കേരളത്തിൽ നിന്ന് പോയ ഒരു ജസ്റ്റിസും, അങ്ങനെ അടങ്ങുന്ന 3 പേര് ചേർന്ന് ഇത് അന്വേഷിച്ച് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് വിശദമായി കൊടുക്കുവാനാണ് സുപ്രീം കോടതി വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നവരെ ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജസ്റ്റിസ് യാതൊരു കേസുകളും കേൾക്കരുതെന്നും ജുഡീഷ്യറി സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇനി ഇതിനകത്ത് പല സമയത്തും ഉണ്ടായ ഡിലേകൾ, അതായത് താമസങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ജനിപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതാണ് മീഡിയ പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ പ്രസക്തമായ കാര്യം. അത് ഒരുപക്ഷെ സുപ്രീം കോടതിയുടേതായിട്ടുള്ള സമയം വേണ്ടി വന്നിട്ടുണ്ടാവും കാര്യങ്ങൾ എടുക്കുന്നതിലൊക്കെ. എന്തായാലും ഏറ്റവും പ്രസക്തമായ കാര്യം, ഇത്രയും ഗൗരവമായി ജുഡീഷ്യറിയെ മൊത്തത്തിൽ സംശയത്തിന്റെ നിഴലിലാക്കിയ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിയ ഒരു സംഭവം ഒരിക്കലും ഇല്ലാത്തതുപോലെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റ് അതിൻ്റെ അവിടെ നിന്ന് ഇതിനകത്തൊരു വേറൊരു പ്രത്യേകിച്ച് ഒരു സംഭവം കൂടി നമ്മൾ കാണണം. സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെടുക്കുന്നതെങ്കിൽ അപ്പൊ തന്നെ പോലീസ് ഒരുപക്ഷെ CBI അറിയിക്കും, അല്ലെങ്കിൽ ED അറിയിക്കും. അവരും കൂടെ വന്ന് അതിൻ്റെ പ്രോപ്പർ റിക്കവറി കോൺസെപ്റ്റുകൾ നടക്കും, അല്ലെങ്കിൽ സംഭവങ്ങൾ നടക്കും. ഇതൊരു വലിയ പദവിയിലിരിക്കുന്ന, സാധാരണഗതിയിൽ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതുകൊണ്ട് ഈ പ്രൊസീജിയറുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ ബുദ്ധിപരമായി പോലീസ് ഒരു കാര്യം ചെയ്തിരുന്നു, ഇതിൻ്റെ മൊത്തം വീഡിയോയും ഫോട്ടോയും എടുത്തിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ വേറെ ഈ പണം എവിടെ കണ്ടെടുത്തെന്നോ ആര് കൊണ്ടുപോയെന്നോ ഒന്നും ഇപ്പം അറിയില്ല. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് കണ്ടെടുക്കുന്നതിൻ്റെയും കത്തുന്നതിൻ്റെയും ചിത്രങ്ങളും വീഡിയോയും ഡൽഹി ഹൈക്കോടതി ജഡ്ജിക്ക് അത് കൊടുക്കാനുള്ള ബുദ്ധി ഒരുപക്ഷെ നമ്മുടെ ഡൽഹി പോലീസ് കമ്മീഷണർ കാണിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫയർ ഡിപ്പാർട്ട്മെന്റാണ് ചെന്ന് അണച്ചത്. അടുത്ത ദിവസം തന്നെ ഈ സംഭവം പുറത്തായതിൻ്റെ അന്ന് വൈകുന്നേരം മറ്റൊരു വാർത്ത പുറത്തു വരികയുണ്ടായി. ഡൽഹിയിലെ ഫയർഫോഴ്സിന്റെ ചീഫ് ഞങ്ങളാരും ഇങ്ങനെ പൈസ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വിചിത്രമായ വാദവുമായിട്ട് മുന്നിൽ വന്നു. അത് കുറച്ചു നേരം മീഡിയകളിൽ ഓടി, നമ്മുടെ മലയാള മീഡിയകളിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി അത് ഓടി. പക്ഷേ അടുത്ത ദിവസം പ്രശ്നമായി ഗുരുതരമായി എന്ന് കണ്ടതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് അങ്ങനല്ല ഞാൻ പറഞ്ഞതെന്നും ഇത് ഫയർഫോഴ്സുകാർ ഈ കാശ് കണ്ടെത്തി എന്നും തന്നെയാണ് പിന്നെ പറഞ്ഞത്. അങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ കാര്യങ്ങൾ വന്നത്
ഒരുപാട് സംശയത്തിന്റെ മുനകൾ ഈ ജുഡീഷ്യറി സംവിധാനത്തിലേക്ക് വന്നതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ വളരെ സുതാര്യമായി എല്ലാ റെക്കോർഡുകളും, അതായത് ഈ പിന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൊടുത്ത റിപ്പോർട്ട് മാത്രമല്ല, അദ്ദേഹം ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജസ്റ്റിസിന് അയച്ച കത്ത്, പോലീസും പിന്നെ ഫയർഫോഴ്സും മറ്റുള്ള ആളുകളും ഈ അദ്ദേഹത്തിന് കൊടുത്ത റിപ്പോർട്ടുകൾ എല്ലാം ഫുൾ ഒരു 23 പേജ് അടങ്ങുന്ന, ഇന്ന് ഏതൊരു ഇന്ത്യൻ പൗരനോ അല്ലെ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ചെന്ന് കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു പ്രസ് റിലീസായിട്ട് ഒരു 23 പേജിന്റെ PDF ഫയൽ ചെന്ന് കാണാവുന്നതാണ്. അത് കുറെ കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് തൽക്കാലം വെക്കേണ്ടെന്ന് അവർ തോന്നിയ കാര്യങ്ങൾ കറുത്ത റിഡാക്ട് ചെയ്യാന്ന് പറയും, അത് കറുത്ത ഇതുകൊണ്ട് മറച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഫോട്ടോയും വീഡിയോയും പ്രസിദ്ധീകരിക്കാനുള്ള ഒരു വളരെ സുതാര്യത സുപ്രീം കോടതി കാണിച്ചത് ഒരുപക്ഷെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ പൗരന്മാർക്ക്, സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തിരികെ പിടിക്കാനത് വലിയ പ്രസക്തമായ ഒരു കാര്യമാണ്. അത് ചെയ്തതിന് സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. എന്തായാലും ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് ഇതിനകത്ത് ഒരു കൃത്യമായ അന്വേഷണം നടക്കുമെന്നും അതിനുശേഷം ഈ ഉള്ളിലുള്ള അന്വേഷണം നടന്നതിന് ശേഷം ഇത് ഇവിടം കൊണ്ട് തീരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി മാത്രം മതിയാകുമെന്ന് ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ഉദാഹരണത്തിന് ഒരു ജഡ്ജ് ഒരു കുലക്കുറ്റം ചെയ്തു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലീസും മറ്റു സംവിധാനങ്ങളുമാണ് ബാക്കി അന്വേഷണം നടത്തേണ്ടത്. അതുപോലെ ഇതൊരു വലിയ ഇങ്ങനെ സംഭവം നടന്നുവെന്ന് ഇനിഷ്യൽ എൻക്വയറിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ED രംഗത്ത് വരാം, CBI രംഗത്ത് വരാം. അങ്ങനെ കാര്യങ്ങൾ വലിയ ഗുരുതരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണം സുതാര്യമായും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ, നമ്മൾ പണ്ട് പറയാറുന്ന ഒരു കാര്യമുണ്ട്, നീതി നടപ്പായാൽ മാത്രം പോരാ, നടപ്പായി എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരിക കൂടെ വേണം. അതുപോലെ പ്രത്യേകിച്ച് ജുഡീഷ്യറി തന്നെ അന്വേഷിക്കുന്ന ഒരു സംഭവത്തിൽ ഹരീഷ് സാൽവെ അദ്ദേഹം ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു. ഒരു ജുഡീഷ്യൽ ഓഫീസറും, അതായത് ഒരു ജഡ്ജും 2 മുതിർന്ന പൗരന്മാരും വേണം, അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൗരന്മാരും വേണം ഈ കേസ് അന്വേഷിക്കാമെന്ന് അദ്ദേഹം, ഹരീഷ് സാൽവെ, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു സുതാര്യത വരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് നടന്നില്ല എങ്കിൽ പോലും വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്നും ഇതിന്റെ എല്ലാ ഉള്ളുകളികളും പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ പുറത്തു വരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.